നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 10 ദിവസം പിന്നിടുമ്പോൾ പ്രേക്ഷകരുടെ മൊത്തത്തിലുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള അഭിപ്രായം ഈ പിള്ളേർക്ക് അത്ര അനുസരണ പോരെന്നാണ്. കാരണമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ബിഗ് ബോസ് 4-5 വട്ടം പറയണം, അവിടെയുള്ള കണ്ടസ്റ്റൻസിന് അതൊന്ന് അനുസരിക്കാൻ തന്നെ. ഒരു എക്സാമ്പിളായിട്ട് ജിസൽ എന്ന കണ്ടസ്റ്റൻ്റെ കാര്യം എടുക്കാം. പുള്ളിക്കാരി നല്ല പ്ലെയറാണ്, എല്ലാം നല്ല ടീം സ്പിരിറ്റിൽ എടുക്കുന്ന ആളാണ്. പക്ഷെ കുറച്ച് അനുസരണയുടെ പ്രശ്നമുണ്ട്. ആദ്യം വരുമ്പം തന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു, ഇത് 7ന്റെ പണിയാണ്, നിങ്ങളുടെ പേഴ്സണൽ സാധനങ്ങൾ ഉൾപ്പെടെ അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ കയ്യിൽ തരില്ല എന്ന്. അത് എല്ലാവരും ഒരുവിധം അനുസരിച്ചും പോന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അനുസരണക്കേട് ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഒരുവിധം അനുസരിച്ചു. പക്ഷെ ജിസേല് അത്ര അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. ജിസേലിൻ്റെ ഡ്രസ്സായാലും ഓർണമെൻറ്റ്സ് ആയാലും മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും പിന്നെ യൂസ് ചെയ്യുകയും അത് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു, സ്വന്തം ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞു, അതിനിടെ ജിസേലിൻ്റെ ഡ്രസ്സ് കീറിപ്പോയി. അങ്ങനെ ജിസേലിന് ടോട്ടലി ബിഗ് ബോസിന് ഇക്കാര്യത്തിൽ അനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ തിരിച്ച് വയ്ക്കാതിരുന്നത് കൊണ്ട് ഈ ബിഗ് ബോസ് സീസൺ താൽക്കാലികമായിട്ട് നിർത്തുകയാണെന്നുള്ള വാർണിംഗ് വരെ ബിഗ് ബോസ് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെ തന്നെ ക്ഷീണിച്ച് കാണും. എന്നാലും ഇതിൻ്റെ പേരിൽ പിന്നെയും അനുമോളായിട്ടും പലരുമായിട്ടും മേക്കപ്പ് യൂസ് ചെയ്തതിനും സ്വന്തം വസ്ത്രം യൂസ് ചെയ്തതിനും ഓർണമെൻറ്റ്സ് ഒക്കെ കയ്യിൽ വച്ചതിൻ്റെയും പേരിൽ ജിസേലിനെതിരെ ഹൗസിലുള്ളവർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇതിന് കൃത്യമായിട്ട് ഇതുവരെ ഒരു തീർപ്പായിട്ടില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വരെ വന്ന് പറഞ്ഞു, ബിഗ് ബോസ് പറയുന്നത് എന്താണോ നിങ്ങൾ അനുസരിക്കണം, ഹൗസിൻ്റെ റൂൾസ് അനുസരിച്ച് പോകണമെന്ന്. അതുപോലെ തന്നെ ജിസയിലും അനുമോളും തമ്മിലും ചെറിയ കശപിശ ഉണ്ടാവാറുണ്ട്. ആ കശപിശ ഉണ്ടാവുന്നതിൻ്റെ കൂട്ടത്തിൽ അനുമോളിൻ്റെ ഹൈറ്റിനെ പറ്റി ജിസയിൽ പറഞ്ഞതും ചർച്ചയായിട്ടുണ്ട്. എല്ലാ സീസണിലും ഏതെങ്കിലും ഒരാൾ ഒരു മെയിൻ ഫിഗറായിട്ട് എണീറ്റ് വരുന്ന നമ്മൾ പല സീസണിലും കണ്ടിട്ടുണ്ട്. ഇപ്പം അഖിൽമാരായാലും രഞ്ജിത്തായാലും സാബുമോനായാലും അങ്ങനെ ഓരോ സീസണിലും ഓരോ ക്യാരക്ടർ ഉണ്ടാവും. പെട്ടെന്നൊരു വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. ഈ സീസണിൽ ഇതുവരെ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അവർ ഗെയിം പ്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ശരത് അപ്പാനിയും അക്ബറും ഷാനവാസും എല്ലാവരും കൂടെ അനീഷിനെ വല്ലാണ്ട് അങ്ങ് ടാർഗറ്റ് ചെയ്ത് ഒരു ഫിഗർ ആക്കുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു സംശയം ഈ സീസണിൽ കാണാതില്ല. അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനീഷിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കും ഇത്രയും ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുന്നത്. ആ ഗെയിം പ്ലാൻ വർക്കാവുന്ന രീതിയിലാണ് എല്ലാം ഇപ്പോൾ നടന്നു പോകുന്നത്. അവർ അനീഷിനെ ഒതുക്കാൻ ഉള്ളിൽ നിന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ പുറത്ത് അനീഷിനിത് വളരെ നല്ല രീതിയിലായിട്ടാണ് ഉപയോഗപ്പെടുന്നത്. അനീഷിന് കിട്ടുന്ന സ്ക്രീൻ സ്പേസ് അവിടെ ഒരാൾക്കും കിട്ടുന്നില്ല. മാത്രമല്ല അനീഷിന് ഒരാവശ്യമില്ലാണ്ട് ശരത്തപ്പാനിയൊക്കെ മെക്കിട്ട് കയറുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല. മാത്രമല്ല ഈ സീസണിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടെ ദേഷ്യം കാണിക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ് അവർ ബിഗ് ബോസ് ഹൗസിനെ കണ്ടിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. എല്ലാവരും അനാവശ്യമായിട്ട് ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനും ദേഷ്യം, എന്തിനും മെക്കിട്ട് കയറുക, അങ്ങനെ ഒരു പാറ്റേണിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് വലിയ കണ്ടന്റ് ഒന്നും വരുന്നില്ല. ഈ പറഞ്ഞതുപോലെ അനീഷിൻ്റെ കണ്ടന്റ് തന്നെ പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ അക്ബർ രേണു സുധീനെ പറ്റി സെപ്റ്റിക് ടാങ്ക് എന്ന വളരെ മോശമായിട്ടൊരു പരാമർശം നടത്തിയതിനെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അക്ബർ ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ട് അക്ബറും അതിൻ്റെ ഇടയിൽ രേണു സുധി വെച്ച് സോൾവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അക്ബറും ഷാനവാസിനെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞ് പിന്നെയും ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ചീത്തവിളിയും ആവശ്യമില്ലാത്ത വഴക്കുകളും കാര്യങ്ങളുമായിട്ട് പോകുന്നതല്ലാണ്ട് നല്ലൊരു കണ്ടന്റ്, പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന കണ്ടന്റ് ഇതുവരെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം തന്നെയാണ്. 10 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും രേണുസുധിക്ക് വയ്യ, പുള്ളിക്കാരിക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ ഓൾറെഡി പറയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ കലാഭവൻ സരികയൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു കിച്ചൺ ടീമിൽ നിന്ന് പുറത്തേക്ക് വന്നത് കൊണ്ടാകാം കുറച്ചും കൂടെ പുറത്തേക്ക് വന്ന് ഗെയിം കളിക്കണം അങ്ങനെ ഒരു മൈൻഡ് ആവാൻ തുടങ്ങി. പിന്നെ യൂഷ്വലി ഉള്ളതുപോലെ തന്നെ ഈ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാം ബാക്ക് സ്റ്റോറീസ്, അവരുടെ കുറച്ച് സാഡ് കഥകളൊക്കെ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആദില, നൂറ, ബിൻസി, ശൈത്യ ഇവരൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ശൈത്യ ഇതുവരെ സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് RJ, ബിൻസിയും. പക്ഷെ അവരിപ്പോഴും ഏകദേശം സേഫ് സോണിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ റന ഫാത്തിമയുടെ സൈഡിലൊന്നും കുറച്ചും കൂടി ഇൻപുട്ട് പ്രതീക്ഷിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ച കണക്ക് റന ഫാത്തിമയ്ക്ക് സ്ക്രീൻ സ്പേസും കിട്ടുന്നില്ല,
പുള്ളിക്കാരിനെ നമുക്ക് അങ്ങനെ കാണുന്നുണ്ടെന്ന് ചോദിച്ചാൽ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ ആ ഒരു ഫയറായിട്ട് റെനേനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഒനിയലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്യുന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരനായാലും ഒരു ഔട്ട് ഓഫ് ദ സോൺ വിട്ട് കളിക്കുന്നുണ്ടോ, നമുക്ക് പ്രേക്ഷകർക്ക് അത് കാണാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം തന്നെയാണ്. ഷാനവാസ് ക്യാപ്റ്റനായിട്ട് ആവശ്യത്തിനുള്ള സ്ക്രീൻ സ്പേസ് ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ടർ ബിന്നി ടാസ്ക് ഒക്കെ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരിനെ കൊണ്ട് പറ്റുന്ന എല്ലാം ഭയങ്കരമായിട്ട് ചെയ്യാറുണ്ടെങ്കിലും പക്ഷെ ടാസ്ക് ഒക്കെ മാറി കഴിയുമ്പോൾ ഒരു ഹൗസ് മേറ്റ്സായിട്ട് ഒരു കോൺവെർസേഷനോ അങ്ങനെയൊന്നും ബിന്നിയുടെ സൈഡിലൊന്നും കാണാറില്ല. പിന്നെ നെവിനുണ്ട്. നെവിൻ ഫണ്ണൊക്കെ കാണിച്ചിട്ട് അതായിരിക്കും നെവിൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ഭയങ്കര ഫണ്ണി ആയിട്ട് നിന്നിട്ട് എന്നാൽ നെവിന് കളിക്കാനുള്ളത് നെവിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആൾക്കാർക്ക് അത്, ചിലർക്ക് ഹൗസിലുള്ളവർക്ക് തന്നെ അത് ഇറിറ്റേഷനാണ്, ബിഗ് ബോസ് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് തോന്നും. പക്ഷെ പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ ലവബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടായിരിക്കും നെവിനെ മേ ബി കാണുന്നുണ്ടാവുക. നെവിനും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ ആര്യനും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഗെയിംസ് കളിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഈ ഫസ്റ്റ് ഡേ വന്നതുപോലെ തന്നെയാണ് പിന്നെയും വരുന്നത്. ദിവസം കഴിയും തോറും വേറെ എന്തെങ്കിലും കണ്ടൻസോ വേറെ എന്തെങ്കിലും മറ്റുള്ള സീസണിലൊന്നും നമ്മൾ കണ്ടിട്ടുള്ളത് പോലത്തെ കണ്ടൻസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. മേ ബി 10 ദിവസം മാത്രമായത് കൊണ്ടാകും ഇനി കുറച്ചും കൂടെ നല്ല കണ്ടൻസ് വരുമായിരിക്കും. അഭിശ്രീ എന്ന കണ്ടസ്റ്റൻ്റ് ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. അപ്പോൾ ആകപ്പാടെ സേഫിലുണ്ടെന്ന് പറയാൻ പറ്റുന്ന അഭിശ്രീ മാത്രമാണ്. ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. അതിൽ 2 പേര് ഈ ആഴ്ച ഉറപ്പായിട്ടും സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് പോകും. മൊത്തത്തിൽ പുറത്തേക്ക് പോകുന്നതല്ല, പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് പോകുക. അവർ കുറച്ച് നാൾ സ്ക്രീനിൽ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു മിഡ് വീക്ക്. അപ്പോൾ അതാരൊക്കെയാണെന്ന് ഇനി നോക്കണം, അവരുടെയൊക്കെ ഗെയിം നോക്കിയിട്ട്. മാത്രമല്ല ബാക്കി ഇനി എങ്ങനെയാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ ഫണ്ണാവൂ ഇല്ലയോ, അതോ ബിഗ് ബോസിൽ പോകുന്നത് പോലെ തന്നെ അലർച്ചകൾ മാത്രമായിട്ടുള്ളൊരു ബിഗ് ബോസ് ആയിട്ട് ഇത് കടന്നു പോകുമെന്ന് അടുത്ത ദിവസങ്ങളിൽ നോക്കിക്കാണാം.